ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയചന്ദ്രൻ ഒഫീഷ്യൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഷൊർണൂരാണ് കേട്ടോ. അപ്പം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ തോൽപ്പാവക്കൂത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വന്ന് കാണാമെന്നുള്ളത്. കാരണം കുറേ കാലമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു എവിടെയാണിത് നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളത്. കുറേ റീൽസിലും പിന്നെ ഏതൊക്കെയോ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം അന്ന് മുതൽക്കുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് നേരിട്ട് കാണുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ട്രെയിനൊക്കെ പിടിച്ച് വന്നതാണ് ഇങ്ങോട്ട്. സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതായിരിക്കും. ആര്യങ്കാവിലാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്ക് അറിയില്ല എവിടെയാണെന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം എൻ്റെ ലൈഫിലെ ആദ്യത്തെ തോൽപ്പാവക്കൂത്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആര്യങ്കാവിലാണ് കേട്ടോ ഈ ഒരു തോൽപ്പാവക്കൂത്ത് ഉണ്ടായിരുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വേറെ 5.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിലായിരുന്നു ഈ തോൽപ്പാവക്കൂത്ത് അരങ്ങേറിയിരുന്നത്. നമ്മൾ അവിടെ ചെന്ന സമയത്ത് ബാലയായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ബാലയും കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറേ വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മളെ തോൽപ്പാവക്കൂത്ത് സ്റ്റാർട്ട് ചെയ്തത്. ആ ദൂരെ കാണുന്നില്ലേ, അതാണ് കേട്ടോ കൂത്തുമാടം. അവിടെ വെച്ചിട്ടാണ് നമ്മളെ തോൽപ്പാവക്കൂത്ത് നടക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് മെയിൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. അതിന് പിന്നിൽ എന്താ ഒരു ഐതിഹ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവി ദാരികനെ വധിച്ച് അന്നേ ദിവസം അതേ സമയം തന്നെയായിരുന്നു രാമരാവണ യുദ്ധവും നടന്നിട്ടുണ്ടായിരുന്നത്. ദേവി ദാരികനെ വധിച്ച് ശിവഭഗവാന്റെ അടുത്തെത്തിയപ്പോഴാണ് ശിവഭഗവാൻ ദേവിയോട് രാമരാവണ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ദേവിക്ക് കാണാൻ വേണ്ടി ശിവഭഗവാൻ നിഴൽ രൂപത്തിൽ രാമായണം കാണിക്കുന്നു എന്നതാണ് ഇതിന്റെ ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂത്തുമാടങ്ങൾ ദേവീ ക്ഷേത്രങ്ങളില് ക്ഷേത്രത്തിന്റെ അഭിമുഖമായിട്ടാണ് ഉണ്ടാവുക. ചിരാതിന്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ തേങ്ങ പകുതി മുറിച്ചിട്ട് അതിൽ തിരിയിട്ട് വെച്ചിട്ടോ ആയിരിക്കും കൂത്തിനായിട്ട് ലൈറ്റ് ക്രമീകരിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷേത്ര കലയാണ് കേട്ടോ തോൽപ്പാവക്കൂത്ത്. കേളികൊട്ടോടുകൂടെയാണ് തോൽപ്പാവക്കൂത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഥയ്ക്കനുസൃതമായിട്ടാണ് പാവകളൊക്കെ ചലിച്ചു തുടങ്ങുകയും ചെയ്യുക. പണ്ട് കാലത്തൊക്കെ പാവക്കൂത്തിലെ പാവകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനിന്റെ തോലുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാളത്തോലൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന ആശാന്മാരെ പറയുന്ന പേരാണ് പുലവർ. ഇത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക കൗതുകം തന്നെയാണ് കേട്ടോ. ലൈഫിൽ ഒരിക്കൽ പോലും കാണാൻ പറ്റുമെന്ന് പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കലാരൂപം എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതിലുപരി കുറെ നല്ല മനുഷ്യരെ എനിക്ക് അവിടുന്ന് പരിചയപ്പെടാൻ പറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഒറ്റ തവണയെങ്കിലും ഈ ഒരു കലാരൂപം കണ്ടിരിക്കേണ്ടത് തന്നെയാണ്.